പഹൽഗാം വിഷയത്തിലെ രാഷ്ട്രീയ വിവാദങ്ങളിലേക്ക് കൂടി കടക്കുന്നു. പഹൽഗാം സംഭവത്തിൽ കോൺഗ്രസിന്റെ കേരളത്തിലെ സമൂഹ മാധ്യമ അക്കൌണ്ടിലെ പോസ്റ്റ് ആയുധമാക്കി പാക് രാഷ്ട്രീയ നേതാക്കൾ. INC കേരള എന്ന എക്സ് അക്കൌണ്ടിലെ പോസ്റ്റാണ് മുൻ പാക് മന്ത്രി കൂടിയായ ഫവാദ് ഹുസൈൻ ഇന്ത്യക്കെതിരെ ആയുധമാക്കുന്നത്. അതേസമയം 16 യൂട്യൂബ് ചാനലുകളെ കേന്ദ്രം വിലക്കുകയും ചെയ്തിരിക്കുന്നു. ഡോൺ ന്യൂസ്, ജിയോ ന്യൂസ് ഉൾപ്പെടെയുള്ള ചാനലുകളാണ് വിലക്കിയത്. പഹൽഗാം ആക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ ജമ്മുകശ്മീർ നിയമസഭയുടെ പ്രത്യേക സമ്മേളനവും ചേരുകയാണ്. സജിത്ത് വിവരങ്ങളുമായി ചേരുമ്പോൾ സജിത്ത്, ആദ്യം തന്നെ കേരളത്തിലെ കോൺഗ്രസിന്റെ എക്സ് അക്കൌണ്ടിലെ പോസ്റ്റ് അത് ഏത് തരത്തിൽ പാക് ഭരണകൂടത്തിന് ആയുധമായി മാറുന്നു? ഇത് ഏത് തരത്തിലാണ് പാക് മന്ത്രി റീട്വീറ്റ് ചെയ്തിരിക്കുന്നത്? അവർ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇന്ത്യയുടെ ആഭ്യന്തര തലത്തിൽ നടക്കുന്ന പലതരത്തിലുള്ള നീക്കങ്ങളും തുടക്കം മുതൽ തന്നെ പാകിസ്ഥാൻ ആയുധമാക്കുന്നുണ്ട്. മണിപ്പൂരിലെ സംഘർഷ വിഷയങ്ങളൊക്കെ പാകിസ്ഥാൻ ഈ തുടക്കത്തിൽ ഉയർന്ന ആരോപണങ്ങൾക്ക് പ്രതിരോധമെന്നോണം ഊന്നി പറഞ്ഞിരുന്നു. ഇതിൽ ഇപ്പോൾ അവർ ആയുധമാക്കുന്ന ഒരു പോസ്റ്റുകളിലൊന്ന് കേരളത്തിലെ കോൺഗ്രസ് പാർട്ടി ഇട്ട ഒരു പോസ്റ്റാണ്. എക്സ് അക്കൌണ്ടിൽ INC കേരള എന്ന അക്കൌണ്ടിൽ ഇട്ട പോസ്റ്റാണ് അവർ ആയുധമാക്കുന്നത്. പ്രധാനമായും ഈ പോസ്റ്റിലൂടെ കഴിഞ്ഞ ദിവസം ഈ പോസ്റ്റിലൂടെ കോൺഗ്രസ് പാർട്ടി ഉന്നയിച്ച ആക്ഷേപം ഇങ്ങനെയാണ്: പെഹൽഗാം എന്ന സ്ഥലം അതിർത്തിയിൽ നിന്നും 200 കിലോമീറ്റർ അകലെയുള്ള സ്ഥലമാണ്. ഈ 200 കിലോമീറ്റർ അകലെയുള്ള സ്ഥലത്തേക്ക് എങ്ങനെ ഭാരമേറിയ ആയുധങ്ങളുമായി ഈ തീവ്രവാദികൾക്ക് സുരക്ഷിതമായി എങ്ങനെ എത്താൻ കഴിഞ്ഞു? ഇത്ര വിശദമായ ആസൂത്രണം നടത്താൻ എങ്ങനെ